കാടിന്റെ നടുവിലായി നിഗൂഢമായതും വളരെ നാളുകളായി ആൾതാമസമില്ലാത്തതുമായ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടേക്ക് ആരും പേടി കാരണം പോയിരുന്നില്ല. ആ കൊട്ടാരത്തിൽ പ്രേതബാധ ഉണ്ടെന്നാണ് അവിടെയുള്ള ആളുകൾ വിചാരിച്ചിരുന്നത്. ഇതൊന്നും അറിയാതെ 3 കുട്ടികൾ ഹാലോവീൻ ദിനത്തിൽ ക്യാൻഡീസ് ശേഖരിക്കാനായി അവിടേക്ക് പോയി. കൊട്ടാരത്തിന്റെ വാതിൽ താനെ അവർക്ക് മുന്നിൽ തുറന്നു. വാതിൽ തുറന്നു കിടന്നതിനാൽ കുട്ടികൾ അകത്തേക്ക് കയറി. ആരെയും കാണാതായതോടെ അവർ മെഴുകുതിരിയും കയ്യിലെടുത്ത് ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. പേടിപ്പിക്കുന്ന രീതിയിലുള്ള പഴക്കമേറിയ ചിത്രങ്ങളും കുരിശുകളും പഴയ ക്ലോക്കുകളും അവർ കൊട്ടാര ഭിത്തിയിൽ കണ്ടു. നടന്നു ചെന്ന് അവർ എത്തിയത് ഒരു പഴയ കല്ലറയുടെ അടുത്തേക്കാണ്. തങ്ങളുടെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് കൊട്ടാരത്തിൽ വെളിച്ചമില്ലാതായി. കൊട്ടാരത്തിന്റെ ഉള്ളിൽ മണിയടി ശബ്ദം കേൾക്കാൻ തുടങ്ങി. കുട്ടികൾ പ്രേതത്തെ കണ്ടു പേടിച്ച് കരഞ്ഞു. കുട്ടികൾ ഓടി കൊട്ടാരത്തിലെ കുരിശിന്റെ അരികിൽ ചെന്ന് കൈക്കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കുരിശിലെ പച്ചക്കല്ലിൽ നിന്ന് വെളിച്ചം വരാൻ തുടങ്ങി. ആ ദൈവിക വെളിച്ചത്തിൽ ആകാശം മുഴുവൻ പച്ച നിറത്തിലായി. സമയം പുലർച്ചെ 5 മണിയായിരുന്നു. ദൈവിക ശക്തിയിൽ ആ ആത്മാവിന് ശാന്തി ലഭിക്കുകയാണ്. പ്രേതബാധ ഒഴിഞ്ഞ ആ കൊട്ടാരം വീണ്ടും പഴയതുപോലെ മനോഹരമായി തീരുകയാണ്.